എല്ലാവർക്കും നമസ്കാരം. ജെറിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൈപ്പക്ക കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കണം. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി, വലിയ ചെറുനാരങ്ങയുടെ ഒരു കണക്കിട്ട്, അത്യാവശ്യം കയ്പുള്ളതല്ലേ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പുളി എടുത്താൽ മതി. അപ്പോൾ കൈപ്പക്കയുടെ കയ്പ്പ് അനുസരിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ടാണ്. ചിലത് ഇങ്ങനെ പച്ച കയ്പ്പൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനായിട്ട് ഒരു ചെറിയ തേങ്ങ മുഴുവനായിട്ട് ഞാൻ ചിരകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് പാനിലേക്ക് ചൂടായാൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളിയാണ്, ചെറിയ ഉള്ളി. അത് ഒരു 6 എടുത്തിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായി ബ്രൗൺ കളറായി വരുന്നത് വരെ വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. ഒന്നിങ്ങനെ ചൂടായി വരുന്നുണ്ടെന്നുണ്ടാൽ പിന്നെ സിം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി കണ്ടാൽ സിം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു ചൂടോടെ ഇങ്ങനെ വറുത്തെടുക്കണം കേട്ടോ. പിന്നെ തേങ്ങ എല്ലാതും ചിരകിയത് ഒരേപോലെ ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചായിട്ട് അങ്ങനെ കറക്കിയെടുത്താൽ മതി. മിക്സിയുടെ ജാറിലിട്ടിട്ട് അധികം അരക്കരുത്, ഒന്ന് കറക്കിയെടുത്താൽ എല്ലാം ഒരേപോലെ ആവും. പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാനും പറ്റും കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് തേങ്ങ വറുത്തെടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നല്ല നിറം മാറി വരുന്നുണ്ട്. എന്നിട്ട് ഇനി സിം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് പിന്നെ കറിയൊക്കെ ആയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഒന്നും കൂടെ നമ്മളൊന്ന് ഇളക്കിയെടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവ് ആവശ്യത്തിനനുസരിച്ചിട്ടാൽ മതി. ഇതിൽ കുറച്ച് എരിവും പുളിയൊക്കെ വേണം കേട്ടോ, എന്നാലാണ് ഈ കറിക്ക് വളരെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കയ്പ്പൊക്കെ ആയതുകൊണ്ട് നല്ല കയ്പ്പും ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാം കുറച്ച് മുൻതൂക്കം നിൽക്കണം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ആ ഒരു പാനിൻ്റെ ചൂടിൽ കിടന്നിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കുക. നല്ല ചൂടിലാണല്ലോ, അപ്പോൾ ഈ പൊടികൾക്കൊക്കെ ആ ഒരു ചൂട് മതിയാവും കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ പാനിൽ നിന്ന് ഇത് മാറ്റി വെച്ച് ആറിയതിന് ശേഷം നന്നായി അരച്ചെടുക്കണം. ഇനി നമുക്ക് കറി വെക്കാനുള്ള പാത്രത്തിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. ഒരു 4 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൈപ്പക്ക നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വട്ടത്തിലല്ല കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്, കുറച്ചൊരു വീതിക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ വെള്ളമൊക്കെ വാറ്റി വെച്ചിട്ടുണ്ട്. ഇതേ ഒരു തരത്തിൽ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ കനം കുറച്ച് ചെറുതാക്കി എടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കൂടിക്കെടുക്കും. ഇതാകുമ്പോൾ വലിയ കഷ്ണങ്ങളാക്കി എടുക്കുമ്പോൾ അതെടുത്ത് കഴിക്കാനും നല്ല എളുപ്പമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ കൂടിക്കെടുക്കില്ല, ഇങ്ങനെ കുറേ ഇങ്ങനെ ആയിട്ട് മുളകിട്ടിട്ട് നമ്മൾ വെക്കില്ല, അതേപോലെ ആവില്ല. പിന്നെ അത് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ അരപ്പും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഈ കയ്പ്പക്കൊക്കെ വെന്ത് വരാനുള്ള വെള്ളം വേണം. പിന്നെ അതുപോലെ ഇതിൽ നന്നായി മസാലകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളമൊക്കെ വെച്ച് കുറുകിയാൽ കട്ടിയായി പോവും. അത്യാവശ്യം നമ്മളൊന്ന് കട്ടിക്കാണിത് വെക്കുന്നത് എങ്കിൽ കൂടെ കുറച്ചൊരു കറി ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വെക്കണം. കുറച്ചും കൂടെ ആ ജാറൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. തിളച്ച് പൊന്തി പോവാതെ നോക്കണം കേട്ടോ. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക. തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് ഒന്ന് വറ്റിലാവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഈ വീഡിയോ കാണുന്നതിനിടയിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നമ്മൾ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം വറ്റിലായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഇതിൽ അത്യാവശ്യം പുളിയൊക്കെ ചേരുമ്പോഴാണ് ഇതിന് നല്ല രസം ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ ആ ഒരു കയ്പ്പ് രസം, പുളിയും എരിവും ഒക്കെ കൂടിയിട്ട് അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. അപ്പോൾ നല്ല ചട്ടിയുടെ ചൂടോടുകൂടെ തിളച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തൂമിച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉലുവ, കടുക്, വറ്റൽമുളക്, വേപ്പിലയും കൂടെ ഇട്ട് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൂമിച്ചത് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു കാര്യം ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ 2 ടേബിൾ സ്പൂണ് തേങ്ങ വറുത്തത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട്
ഈ കറി മൂടി വെക്കുക. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിക്കുള്ള വറുത്തരച്ച കയ്പ്പക്ക കറി റെഡിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള കറിയാണ്. ഈ കറിയുടെ കൂടെ ഒരു ഉണക്കമീൻ പൊരിച്ചതും പപ്പടം കൂടെ ഉണ്ടെങ്കിൽ കുശാലാണ് കേട്ടോ. കയ്പ്പക്ക വറുത്തരച്ചിട്ടൊക്കെ എല്ലാവരും വെക്കുമെങ്കിലും ഇതുപോലെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.